ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിനൊരു പ്രത്യേക റീസൺ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നാട്ടിൽ വന്നപ്പം ഇവിടെ അടിപൊളി ഒരു ബിരിയാണി കഴിക്കാൻ പോയി. ബിരിയാണിയും മഴയും സുലൈമാനിയൊക്കെ ആയിട്ട് ഒരു ഒന്നൊന്നര കോമ്പിനേഷനായിരുന്നു. പക്ഷേ ഒരു കാര്യം ശരിക്കും ഞാൻ മിസ് ചെയ്ത്, ഞങ്ങളുടെ നാട്ടിലെ ബിരിയാണി പച്ചടി. ഇവിടെ ബിരിയാണി കഴിക്കാൻ ബിരിയാണി പച്ചടി കാത്തിരുന്ന് എനിക്ക് തൈർ പച്ചടിയാണ് കേട്ടോ. അത് തൈരും സവാളയൊക്കെ ഇട്ട് സാധാരണ സലാഡ്. പക്ഷേ അതല്ല, ഞങ്ങളുടെ നാട്ടിൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണിയുടെ കൂടെ ഒരു മസ്റ്റ് ഐറ്റമാണ് ഈ കത്തിരിക്ക കൊണ്ടുള്ളൊരു ബിരിയാണി പച്ചടി. ഇത് ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒടുക്കത്തെ ഫേമസ് ആയ ഒരു ഐറ്റമാണ്. ഇത് മാത്രം കഴിക്കാനാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീട്ടിൽ വരാറുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറയാം. കാരണം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള സമയം വരുമല്ലേ ഇനിങ്ങ്. അപ്പോൾ എല്ലാവരും ഇതെങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ കത്തിരിക്ക എടുക്കണം. ഞാൻ ഇപ്പം 4 കത്തിരിക്കയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഈ 4 കത്തിരിക്ക ഇതാ ഇങ്ങനെ കുനാന്നരിഞ്ഞ് വെള്ളത്തിടുക. കാരണം വെള്ളത്തിട്ടില്ലെങ്കിൽ കത്തിരിക്ക വേഗത്തിൽ തന്നെ കറുത്തു പോകും കേട്ടോ. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. അതിനുശേഷം നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ഒരു മൺചട്ടിയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ല കടുകിന് ഇട്ട് കൊടുക്കുക. കടുകിടുമ്പോൾ കടപടാന്ന് കടുക് വെട്ടുന്ന ഒരു ഒച്ച ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പിന്നെ രണ്ടാമത്തെ കടുക് ഒരുവിധം നന്നായി പൊട്ടിക്കഴിഞ്ഞ് ഉറപ്പ് വരുമ്പോഴത്തേക്കും ബാക്കി ഈ താളിക്കാനുള്ള ഐറ്റംസാണ് ആദ്യമേ ഇടുന്നത് കേട്ടോ. പിന്നെ നമുക്കിനി വേണ്ടത് ഉഴുന്ന് പരിപ്പാണ്. നല്ല വെള്ള ഉഴുന്ന് പരിപ്പാണ് നമ്മൾ അതിനുശേഷം രണ്ടാമത് ഇടുന്നത്. അപ്പോൾ ഈ ഉഴുന്ന് പരിപ്പൊന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് റോസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. കാരണം ഈ ഉഴുന്ന് പരിപ്പിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു കറി ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും. ഈ ഉഴുന്ന് പരിപ്പ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അടുത്ത താളിക്കുള്ള ഐറ്റംസാണ് നമ്മൾ വീണ്ടും ഇടുന്നത്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ജീരകം, അതുപോലെ കുറേ താളിപ്പ് ഐറ്റംസ് ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് കാണാം. ഇതിനുശേഷം രണ്ടാമതിടുന്ന ഒരു നുള്ള് ഉലുവയാണ് കേട്ടോ. ഉലുവ ഏത് കറിയാണെങ്കിലും അടിപൊളി രുചിയും മണത്തിനും നമ്മുടെ ശരീര ഗുണത്തിനും ഏറ്റവും നല്ലൊരു സാധനമായതുകൊണ്ട് ഉലുവ ഇല്ലാതെ ഞങ്ങൾക്കൊരു കറിയില്ല കേട്ടോ. ഇന്ന് ബിരിയാണിയിലൊന്നും ഉലുവ എടുത്തിടത്തില്ല കേട്ടോ. ഇനി അത് കളയാക്കിക്കൊണ്ട് ആരും വരണ്ട. ഞങ്ങൾക്ക് ഉലുവ കൊണ്ട് മാത്രം ചൂടുകാലത്ത് വെക്കുന്ന ഒരു പ്രത്യേക കറിയുണ്ട് കേട്ടോ. അതായത് ഉലുവയുടെ ഒട്ടും കയ്പില്ലാതെ വെക്കുന്ന ഒരു കറിയാണ്. ഹെൽത്തിന് ഭയങ്കര സൂപ്പർ. അതൊരു ദിവസം കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് അടുത്തിടുന്ന നമ്മൾ 1 ടീസ്പൂൺ കുരുമുളകാണ് ഇടുന്നത്. അത് കറുത്ത പൊന്നെന്ന് പറയുന്ന കുരുമുളക് ഇവിടെ ബാംഗ്ലൂർ ഡിഷ് ശരിക്കും എണ്ണി തൂക്കി പൊന്നു പോലെ തന്നെ തരുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ ചേർക്കുന്നത് നമ്മുടെ 4 പച്ചമുളകാണ്. ഇതിന് 3 വലിയ പച്ചമുളകും ഒരു കുഞ്ഞൻ പച്ചമുളകും, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കുറച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് പച്ചമുളക് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം പച്ചമുളക് എന്ത് നിറത്തിലേക്ക് വന്ന്. അതിനുശേഷം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ കത്തിരിക്ക വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇനി ഇതെല്ലാം കൂടെ ഒരു സോട്ടിംഗ് ആണ്. നല്ല കടുവറാക്കെ കഴിഞ്ഞ ശേഷം അടിപൊളി വഴട്ടൊക്കെ വേണം കേട്ടോ. അരിഞ്ഞ് വെച്ച എല്ലാ കത്തിരിക്കയും തന്നെ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി ചേർക്കുക. ഇപ്പോഴും ഒരു കാര്യം ഓർമ്മ വന്നു കേട്ടോ, ഇത് വഴട്ടിക്കൊണ്ട് തന്നെ പറയാം. ഈ കത്തിരിക്കയെ കറിക്കകത്ത് നമ്മൾ ഈ കുരുമുളക് മസ്റ്റായിട്ട് ഇടുന്ന ഒരു സാധനമാണ്. ഈ കുരുമുളക് ഇടുമ്പം എണ്ണയ്ക്കകത്തല്ലേ ഇടുന്നത്, കുരുമുളക് പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു ലിഡ് വെച്ച് അടയ്ക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും കേട്ടോ. ഈ സമയത്ത് തീ എത്രമാത്രം സിമ്മി വെക്കുന്നു അത്രയും സിമ്മി വെച്ചിട്ടും ചെയ്യാൻ. പിന്നെ അടുത്ത പച്ചമുളകിനും അതുപോലെ തന്നെ ഒരു സ്വഭാവം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ട് ഈ പച്ചമുളകിനെ സ്പ്ലിറ്റ് ചെയ്യാതെയാണ് ഇടുന്നത് കേട്ടോ. കണ്ടില്ലേ ഈ പച്ചമുളകിൻ്റെ നിറം ഇപ്പം എങ്ങനെയാണെന്നുള്ള കാര്യം. നന്നായിട്ടൊരു ഭാഗം ഇങ്ങനെ നല്ല പൊള്ളി റോസ്റ്റ് ആയ പോലെ ആയിട്ടുണ്ട്. ഇപ്പം ഈ പച്ചമുളകും ബാക്കി നമ്മൾ താളിച്ച സാധനങ്ങളെല്ലാം ആയിട്ട് കത്തിരിക്കയായിട്ട് നന്നായിട്ട് നമ്മൾ യോജിപ്പിക്കുക. ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പം നന്നായിട്ട് കത്തിരിക്ക കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കുന്നത് നല്ലത്. ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ. കാരണം കത്തിരിക്കയുടെ നിറം ഒന്ന് ഒന്ന് ലൈറ്റ് വാടിയിട്ടാണ് ഈ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിത് മെഴുക്കുവരട്ടിയുടെ ഭാഗത്തിലേക്ക് എടുത്ത് ആരും കഴിക്കാമെന്നില്ല കേട്ടോ. എനിക്കങ്ങനത്തെ ചിലപ്പോൾ സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും കൂടെ പറഞ്ഞത്. കൃത്യം അളവിന് എത്രയൊക്കെ എടുത്തിരിക്കുന്നുള്ള കാര്യമൊക്കെ ഞാൻ കറക്റ്റായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പം കത്തിരിക്ക നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടി നന്നായിട്ട് കുറച്ചും കൂടെ വഴറ്റുക. അപ്പം കത്തിരിക്കയുടെ ആ സ്കിന്നിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇന്നൊന്നും എല്ലാ കത്തിരിക്കും അങ്ങനെ ചേഞ്ച് ആയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ നന്നായിട്ടങ്ങ് വഴറ്റുവാണ്. അപ്പം ഈ കറി സാധാരണ ഭയങ്കര എണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളിന്ന് എത്ര ലോ ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുമോ അത്ര ലോ ഓയിൽ, ആദ്യം ഒഴിച്ച ഓയിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് കുറച്ച് നല്ല പുളി പിഴിഞ്ഞ് വെച്ചാണ് കേട്ടോ. സാധാ നാടൻ പുളിയാണേ. പിന്നെ ഈ കത്തിരിക്കെല്ലാം വഴറ്റി കഴിഞ്ഞ് ഒരുവിധം ആയി കഴിയുമ്പോഴത്തേക്ക് പുളി റെഡി ആയിരിക്കണം. അപ്പം കാരണം പുളിയൊന്നും നമ്മൾ പിഴിഞ്ഞ് വെച്ച് റെഡിയാക്കിയാൽ മാത്രമേ അതിൻ്റെ രുചി നന്നായിട്ട് കിട്ടത്തുള്ളൂ. കത്തിരിക്കയുടെ കളർ ഉണ്ടല്ലേ, അപ്പോൾ ഈ കത്തിരിക്കയുടെ സ്കിന്നിൻ്റെ കളറൊക്കെ മാറി നന്നായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം കത്തിരിക്കയും പച്ചമുളകൊക്കെ നന്നായിട്ട് യോജിച്ചിട്ട് ഈ ഒരു പാകം വരെ വഴറ്റണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത ഉപ്പ് മാത്രമാണ്. ഇനി നമ്മൾ അടുത്ത മസാല ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് എണ്ണ നടുക്ക് കുറച്ച് ഇതെല്ലാം പകത്ത് മാറ്റി കുറച്ച് എണ്ണ, അല്ലെങ്കിൽ ഒത്തിരി എണ്ണ ചേർക്കണം. അതുകൊണ്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ഒരു വലിയ ഹീപ്ഡ് സ്പൂണായിട്ടുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. മുളക് എനിക്ക് നല്ല ആവശ്യമുള്ള വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് നല്ല ഹൈ സ്പൈസ് കഴിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും മുളക് പൊടി തന്നെ ചേർക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ചേർക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെല്ലെ നടുക്കെന്താണ് നമ്മളൊരു സ്പേസ് ഉണ്ടാക്കിയില്ലേ അതിലേക്ക് നല്ലപോലെ സോട്ട് ചെയ്ത് എടുത്തിട്ട് വേണം ബാക്കി എല്ലാമായിട്ടങ്ങ് യോജിപ്പിക്കാൻ. അതായത് ആദ്യം തന്നെ കയറി മൊത്തത്തിനകത്ത് കത്തിരിക്കിട്ട് വഴറ്റാൻ പാടില്ല. ഈ മുളക് പൊടിയായിട്ട് കുറച്ച് എടുത്ത് ഇങ്ങനെ ടോട്ടലി പിന്നെ കവർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ രുചി കാണും കേട്ടോ. അരപ്പരയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ഒരു മിക്സി ജാറിനകത്ത് നമ്മൾ 1 ടീസ്പൂണിന് കപ്പലണ്ടി, നല്ല റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ആയതുകൊണ്ട് ഞാൻ പിന്നെ റോസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള റോസ്റ്റഡ് കപ്പലണ്ടി, പിന്നെ വെള്ള എള്ള്, അതായത് സെസമി സീഡ്സ് എന്ന് പറയുന്ന വെള്ള എള്ളും അതും 1 ടീസ്പൂൺ രണ്ടും ഇട്ടിട്ട് നല്ലപോലെ ചെറിയ വെള്ളം ഒഴിച്ച് ഇങ്ങനെ അരച്ചതാണ് ഈ പാകത്തിലേക്ക് അരച്ചെടുക്കുക. ഇനി ഈ അരച്ച് വെച്ചതാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ കറിയുടെ തിക്നെസ് കൺസിസ്റ്റൻസി, ഇത് തേങ്ങയല്ല നമ്മൾ ചേർക്കുന്നത്, ഈ അരച്ച കപ്പലണ്ടിയും എള്ളുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കപ്പലണ്ടി എള്ളൊക്കെ അരച്ചത് കറക്റ്റായിട്ട് തന്നെ ഈ കറിയുടെ കൂടെ യോജിപ്പിക്കാനുള്ള അരപ്പായിട്ട് ഞാൻ ചേർക്കുവാണിപ്പം. ഈ എള്ളിന് പകരം മറ്റൊന്നും ചേർക്കാൻ തന്നെ പറ്റത്തില്ല. വെള്ള എള്ള് തന്നെ ഉപയോഗിക്കണം. കറുത്ത എള്ള് ഉപയോഗിച്ചാൽ ഈ കറി ശരിക്കും കുളമായി പോകും. അതുകൊണ്ട് കറുത്ത എള്ള് യൂസ് ചെയ്യൽ. അപ്പം ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും തീ ഒന്ന് സിമ്മാക്കി വെക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. കാരണം ഈ കപ്പലണ്ടിയും വെള്ളമൊക്കെ അരച്ചതല്ലേ, അതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് കൈ ഇടക്കാതെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതിനൊപ്പം തന്നെ നമ്മുടെ മിക്സിയുടെ ആ ജാറിൽ നിന്ന് നമ്മൾ ഇത്രയും എടുത്തില്ലേ, അതിനുശേഷമുള്ള ബാക്കിയുള്ളത് ആ അരപ്പും കൂടെ ഞാൻ മിക്സ് ചെയ്ത് തന്നെ ഇതിലേക്ക് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ മിക്സി ജാറിൽ ചേർത്തിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മിക്സി ജാറിനകത്ത് ആ ഉള്ള അരപ്പും കൂടെ കഴുകിയിട്ട് ബാക്കി ഒഴിക്കുവാണ് ഈ വെള്ളം. കപ്പലണ്ടിയും എള്ളൊക്കെ അരച്ച് ചേർത്തല്ലേ, ഇതിനൊരു പച്ച മണമുണ്ട്. ഈ പച്ച മണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യണം കേട്ടോ. ഈ സോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ വളരെ സിമ്മിൽ വെച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. പിന്നെ ഇത്രയും ചെയ്ത് വേസ്റ്റായി പോകും കേട്ടോ. അപ്പോൾ ഈ പച്ചമണം മാറാൻ ഒരു 5 മിനിറ്റ് വേണം വഴറ്റാൻ. അപ്പോൾ ഞാൻ എൻ്റെ 5 മിനിറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ചേർക്കുവാണ്. ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ്സാണ് പുളിവെള്ളം ചേർക്കുന്നത്. ഞാൻ എടുത്തത് ഒരു നാരങ്ങ അളവിനുള്ള പുളിയാണ്. വളരെ തിക്കല്ലാത്ത രീതി, എന്നാൽ തീരെ ലൂസല്ലാത്ത രീതിയിലാണ് ഞാനിത് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസിൻ്റെ പുളിവെള്ളമാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചെടുത്തിരുന്നത്. 2 ഗ്ലാസ് അറിയാം. ഞാൻ കുടിക്കുന്ന ലാറാ ബറോസും ചായക്കപ്പിൻ്റെ അളവിനകത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ കത്തിരിക്ക് മസാലയായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂട് കെട്ടി കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് പിരിച്ച് വിടാൻ വേണ്ടിയിട്ട് എല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ വെള്ളം ആഡ് ചെയ്തില്ലെങ്കിൽ ഈ കറി ഇരുന്നൊന്ന് കുറുകുമ്പോഴത്തേക്കും തീരെ അങ്ങ് കുറുകിപ്പോകും. അപ്പോൾ ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ജോയിൻ ചെയ്തിരിക്കുവാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് ഇങ്ങനെ ചെറിയ കുമ്പളകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഈ കറി തിളയ്ക്കുമ്പോൾ തന്നെ ചെറു കുമ്പളകളുണ്ടോ, അത് കാണാൻ ഇഷ്ടമുള്ളവർ ചിലർ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി തിളയ്ക്കുമ്പോൾ കുടുകുടാന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ കുമ്പള വരുന്നത്. കാരണം പണ്ട് ബബിൾസ് വെച്ച് കളിക്കുന്ന പോലത്തെ ഒരു ഓർമ്മയാണ്. കുഞ്ഞും കുമ്പള കിടന്ന് കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് അത് തന്നെ ഓർമ്മ തന്നെ. എന്നാൽ ഇപ്പം ഞാൻ ബബിൾസ് വെച്ച് കളിക്കത്തില്ല എന്നൊന്നുമല്ല, എൻ്റെ അടുത്തുള്ള പിള്ളേരുടെ കയ്യിൽ നിന്നൊക്കെ തട്ടിപ്പറിച്ച് വരെ കളിക്കുന്നൊരു കൂട്ടത്തിനകത്താണ് ഞാൻ എന്ന് പറയുമ്പോൾ. അതുവരെ കാത്തിരിക്കാം. അതുവരെ എൻ്റെ ഭാഗത്ത് നിശബ്ദമാണ്. കാരണം നിങ്ങൾ ഈ കുമ്പളയുടെ സൗണ്ട് ഒന്ന് എൻജോയ് ചെയ്തോ കേട്ടോ. ഒക്കെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പം കറി നന്നായിട്ട് തിളച്ച് കറിയുടെ അന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം എന്താണ്, അടിയൊന്നും പിടിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്താനാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം പരുവായി കഴിഞ്ഞു. അപ്പോൾ കറി നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞ് ഇനി ഒരു ചെറിയ തിളയും കൂടെ ഒന്ന് തിളച്ചൊന്ന് തിക്കായി കഴിയുമ്പോഴത്തേക്കും നമ്മളിതങ്ങ് ഓഫ് ചെയ്ത് ഇറക്കും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ തിളയ്ക്കാൻ വിടുവാണ്. അടിപൊളിയായിട്ട് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി ഇതിലേക്ക് ഒരു ചേരുവകയും ചേർക്കേണ്ട ആവശ്യമില്ല, എടുത്താൽ കഴിച്ചാൽ മതി കേട്ടോ. ഒരു ബിരിയാണി കൂടെ മസ്റ്റാണ്. ഇവിടെയൊക്കെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് തന്നെ ഈ ബിരിയാണിയിൽ കത്തിരിക്കയുടെ ഈ പച്ചടിയും സലാഡൊക്കെ. ഞങ്ങൾ സലാഡ് ഇല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കും, പക്ഷേ കത്തിരിക്കയുടെ പച്ചടി ഇല്ലാതെ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ഇതൊന്ന് ഇലയ്ക്കത് സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇലയെന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്താണ് ഇവിടെ ഇലയൊക്കെ മേടിക്കുന്നത്, അല്ലാതെ നമുക്ക് മുറ്റത്ത് നിന്ന് ഇങ്ങനെ വാഴയില പറിച്ചെടുക്കാനൊന്നും കിട്ടത്തില്ല. അപ്പം കാശ് കൊടുത്ത് മേടിച്ച ഇലയായതുകൊണ്ട് കുഞ്ഞിന് ഇലയായിട്ട് കണ്ടിച്ചാണ് കാണിക്കുന്നത്. കാരണം ബാക്കിയുള്ള ഇല ഒരു ഇലയട ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുക കേട്ടോ. ആദ്യം ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് ഈ ഇല. ചൂടോടെ നമ്മൾ വാഴയിലയിലേക്ക് വിളമ്പിയിരിക്കുവാണ്. അപ്പോൾ ഈ കറി കഴിക്കുമ്പം മസ്റ്റായ ഒരു കാര്യം, ഇതിലെ പച്ചമുളക് ആരും പെറുക്കി കളയില്ല കേട്ടോ. അത്രയ്ക്ക് രുചി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എരിവൊന്നും അറിയത്തില്ല. അത്രയ്ക്ക് രുചിയാണ്. കാരണം നമ്മൾ നന്നായിട്ട് വഴറ്റിയതല്ലേ. അപ്പം ഇത് നമ്മുടെ ദോശയുടെയോ ഇഡ്ഡലിയുടെയോ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയോ പൊറോട്ടയോ ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ്. പക്ഷേ ബിരിയാണിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒരു രക്ഷയില്ലാത്തൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.